കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗംഗാപ്രസാദ് അമലുവും കൂടെ കാട്ടിക്കൂടെ ഇങ്ങനെ നടക്കുവാണ്. ആ സമയം അമലു പറഞ്ഞു, അതെ വിനായകേട്ടൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുക, എന്നെ കാണാനായിട്ട് ഇടയ്ക്ക് വരുമെന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഗംഗാപ്രസാദ് തലകുലുക്കി സംഭവിച്ചു, ഞാൻ വരുമെന്ന്. എന്നാലും എനിക്ക് മനസ്സിന് നല്ല ടെൻഷനുണ്ട്, വിനായകേട്ടൻ വരുമോ എന്നുള്ളൊരു പേടിയുണ്ടെന്ന് പറയണം. ആ സമയത്ത് വിനായകൻ കൈ കൊണ്ട് കാണിച്ചു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ഞാൻ ഉറപ്പായിട്ടും വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് നടക്കണ സമയത്താണ് ഗംഗാപ്രസാദ് ആ കാഴ്ച കാണുന്നത്. കുറച്ച് ഫോറസ്റ്റുകാർ അങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയം ഗംഗാപ്രസാദ് പെട്ടെന്ന് അവിടുന്ന് മാറുവാണ്, അവിടെ പോയി ഒളിച്ചിരുന്നു. അപ്പോഴേക്കും അമലുവിന്റെ അടുത്ത അവര് വന്നു. അവര് വന്നിട്ട്, ചെന്താടി ഇവിടെ കിടന്ന് കറങ്ങണേ? അത് പിന്നെ എമ്മമാരെ, ഞാൻ കുറച്ച് തേൻ ശേഖരിക്കാൻ വന്ന. എങ്ങനെയാടി, കാട്ടിൽ നല്ല തേനൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല, ഉണ്ടെന്ന് പറയണ. ഇവിടെ കിടന്ന് അധികം ചുറ്റിക്കറങ്ങണ്ട, അറിയാലോ കുറുനരികളും ചെന്നായകളും ഒക്കെ എന്നാ പ്രശ്നമാ, ഒറ്റയ്ക്ക് നടന്ന പ്രശ്നമാ, കൂട്ടമായിട്ടാ നിങ്ങൾ ചിലപ്പം വരിക. അല്ല, മുമ്പ് നിന്നെ ആ വേലുവിന്റെ ഒപ്പമായിരുന്നു കാണുന്നത്, ഇപ്പൊ എന്താടി വേലു ഇല്ലേ? അത് പിന്നെ വേലിച്ചേട്ടൻ എപ്പോഴും കൂടെ വരാൻ പറ്റില്ലോ, അതുകൊണ്ട് ഞാൻ തനിച്ചു വന്നാ. ശരി ശരി, ആയിക്കോട്ടെ, എന്നാ പെട്ടെന്ന് തന്നെ പോയിക്കോ, ഇവിടെ ഇങ്ങനെ തനിച്ച് നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഗംഗാപ്രസാദിന്റെ അടുത്തേക്ക് അമ്പലു വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ല എന്തു പറ്റി വിനായകേട്ടാ? വിനായകേട്ടൻ മാറി നിന്ന് എന്താ? അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, അവരെന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കൂന്ന് പറയണം. മനസ്സിലായി, ആ ഗുണ്ടകൾക്ക് പറഞ്ഞു കൊടുക്കൂല്ലേ വിനായകൻ ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന്. അവരെന്റെ അച്ഛനെ കാണാനായിട്ടാ പോയിരിക്കുന്നത്. അച്ഛനെ കാണാനായിട്ടോ? അതെ, കാണണമെന്ന് പറഞ്ഞു പോയിരിക്കുക. എന്താ കാര്യം എന്ന് അറിയത്തില്ല. ഇനിയിപ്പോ എന്നെ ഒറ്റ കൊടുക്കുമെന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും വഴിയില്ല, വിനായകേട്ടൻ പേടിക്കണ്ട, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, വിനായകേട്ടൻ ഒന്നും സംഭവിക്കാൻ ഞാൻ നോക്കിക്കോളാം. ആ സമയത്ത് ഗംഗാപ്രസാദിന്റെ ഉള്ളിൽ ചില ടെൻഷനുകളായിരുന്നു. ഒരു പക്ഷേ താൻ ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി, കാട്ടിൽ അങ്ങനെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോലീസുകാരെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായിരിക്കും ഇങ്ങനെ അന്വേഷിച്ച് വന്നതെന്നൊരു ചിന്തയായിരുന്നു അവന്റെ മനസ്സെന്ന് അറിയും. അതേസമയം വേലു മൂപ്പന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അത് മാമ, അവളെങ്ങനെ അവൻ്റെയോടൊപ്പം വിടുന്ന അത്ര ശരിയല്ല. എന്താടാ നീ അങ്ങനെ പറയുന്നേ? നിനക്ക് വല്ല സംശയം ഉണ്ടോ? നിനക്ക് അവളോടൊപ്പം പോയിക്കൂടെ? അതിന് ഞാൻ ചെല്ലുന്ന അവൾക്ക് ഇഷ്ടമില്ല, എന്നോട് ചെല്ലണ്ടെന്നാ പറഞ്ഞിരിക്കുന്നേ. എടാ, അവനെ നമ്മൾ ജീവിതത്തിലേക്ക് കൈ പിടിച്ചോണ്ട് വന്നാലേ, അപ്പൊ പിന്നെ അവൻ നമ്മളെ ചതിക്കോ? ഒരിക്കലും ചതിക്കില്ല. അവൻ ജീവൻ കൊടുത്ത് നമ്മളല്ലേ അങ്ങനെ എങ്ങനെ ചതിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവനെ മലദൈവങ്ങൾ വെറുതെ വിടത്തില്ല, അവനിട്ടുള്ള പണി കൊടുത്തോളൂ എന്ന് പറയണ. എന്നാലും എനിക്ക് നല്ല വിഷമമുണ്ട് മാമ, നീ വിഷമിക്കൊന്നും വേണ്ട വേലു, നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? ആള് ഇവിടെ തന്നെ ഉണ്ടല്ലോ, ആരുടെയും കൂടെ പോയിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ അവൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറയണ. അപ്പോഴേക്കുമാണ് ഫോറസ്റ്റുകാർ വരുന്നുണ്ട്. ദേ മാമ, ഫോറസ്റ്റുകാർ വരുന്നുണ്ടല്ലോ എന്ന് പറയണ. ദേ വേലു, നിന്റെ നാവെങ്ങാനും പിടിച്ചു പോയേക്കല്ല, അറിയാലോ അവൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പൊ തൽക്കാലത്തേക്ക് ആരോടും പറയണ്ട. അത് കേട്ടപ്പോൾ വേലുവിന് വല്ലാത്ത ടെൻഷനായി. കാരണം എങ്ങനെയെങ്കിലും ഈ കാര്യം പറഞ്ഞ് ഒഴിവാക്കി വിടണമെന്നുണ്ടായിരുന്നു അവനെ. പക്ഷേങ്കില് മാമനാണ് ഒട്ടും സമ്മതിക്കുന്നില്ല. അപ്പോഴേക്ക് ഫോറസ്റ്റുകാർ മുറ്റത്തേക്ക് വന്നു. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മൂപ്പനും വേലും കൂടെ ഇറങ്ങിച്ചെന്നു. എന്റെ ഏമാമാരെ ഈ വഴി? അല്ല, പരിചയമില്ലാത്ത ആൾക്കാരാരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? മൂപ്പ, ഇവിടെ അങ്ങനെ ആരും ഒന്നും വന്നില്ല. അങ്ങനെ ആരെങ്കിലും വരുവാണെ പറയണം കേട്ടോ, അറിയാലോ. അതെ, കഞ്ചാവ് നടാൻ വരുന്നവരും അതോടൊപ്പം തന്നെ അല്ലാതെ നായട്ടിന് വരുന്നവരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കാണും. അങ്ങനെ ആരെങ്കിലും കണ്ണിപ്പെട്ട പറഞ്ഞേക്കണം. അത് പിന്നെ ഞങ്ങൾ പറയാതിരിക്കുമോ ഏമാമാരെ? ഞങ്ങൾ പറയൂന്ന് പറയണം. പിന്നീട് മൂപ്പനോട് എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇപ്പൊ വലിയ കഷ്ടത്തില, പഴയതുപോലെ ഒന്നും തേനൊന്നും കിട്ടുന്നൊന്നുമില്ല. അതിനുശേഷം വേലുവിനോട് പറഞ്ഞു, എടാ നീ 2 കുപ്പി തേൻ പോയി എടുത്തോണ്ട് ഞാൻ പറയണ. അങ്ങനെ വേലു അകത്തേക്ക് അങ്ങോട്ട് പോയി. ആ സമയത്ത് മൂപ്പൻ പറഞ്ഞു, തേൻ അങ്ങോട്ട് നാട്ടിൽ കൊണ്ടേ കൊടുക്കാണ്ടിരുന്ന ടൗണില്. പക്ഷേ പണ്ടത്തെ പോലെ അത്രയൊന്നും ആയിട്ടില്ല, കുറച്ചുള്ളത് കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുക. കുപ്പിയിൽ അതൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതൊക്കെ ശരി തന്നെ. അപ്പോഴേക്കും വേലു തേനുമായിട്ട് അങ്ങോട്ട് വന്നു. തേൻ അവർക്ക് കൊടുത്തു. തേനോട് കൊടുത്ത് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഫോറസ്റ്റുകാരൻ പറഞ്ഞു, ഇതെന്റെ ഭാര്യയും മക്കൾക്ക് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ എപ്പോൾ കുപ്പി കാലിയാക്കിയെന്ന് പറഞ്ഞാൽ മതി, അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോഴേക്കും മൂപ്പൻ പറഞ്ഞു, അതെ ഇനി ഉടനെയൊന്നും ഇങ്ങോട്ടേക്ക് ഇറങ്ങിയേക്കല്ലേ ഏമ്മമാരെ, തേനിനൊക്കെ വലിയ ക്ഷാമോ, തേനൊന്നും കിട്ടാൻ പോലും ഇല്ല. തേനീച്ചകൾക്കും വംശനാശം സംഭവിച്ചോ? ഒരു ഫോറസ്റ്റുകാരൻ ചോദിച്ചു. അതങ്ങനെയല്ലേ, കാരണം നാട്ടിലുള്ള ആൾക്കാരൊക്കെ കാട് കയറാൻ തുടങ്ങിയില്ലേ, അപ്പൊ വംശനാശം സംഭവിക്കുമല്ലോ. കാട്ടിൽ വന്ന് കയറിയിട്ട് മരങ്ങളൊക്കെ വെട്ടി എല്ലാം വേണ്ടേ ഒരു കണക്കിലാക്കി ഇട്ടിരിക്കുക. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, വലിയ വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ 2-3 മലകള് വല്ലാതെ കോപിച്ചിരിക്കുന്ന പോലെയാ തോന്നുന്നത്. എപ്പോഴേത് സമയത്ത് ദുരന്തം വിധിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. എപ്പം വേണമെങ്കിലും ദുരന്തം വരാം. ഇതൊക്കെ കേട്ട് ഞാൻ ഫോറസ്റ്റുകാർ പരസ്പരം നോക്കുവാണ്. മൂപ്പൻ പറഞ്ഞു, ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ല, കാട്ടിൽ കയറുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, അവരോരോന്ന് വന്ന് പ്രകൃതിയെ വരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കണേ. പിന്നീട് ഫോറസ്റ്റുകാർ പറഞ്ഞു, എന്നാൽ ശരി ആട്ടെ മൂപ്പ, ഞങ്ങൾ ഇറങ്ങിയേക്കുക, പിന്നെ അറിയാലോ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും വേലി ചോദിച്ചു, അല്ല എന്താ മാമൻ എന്താ അവരുടെ സത്യാവസ്ഥ പറയായിരുന്നേ? അവനിവിടെ ഉണ്ടെന്ന് പറയാൻ മേലായിരുന്നോ? എടാ,
അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ജീവൻ കൊടുത്തവനല്ലേ അവന്. അതുകൊണ്ടാ പറയായിരുന്നേ. എന്റെ മാമ അവൻ വല്ല കള്ളനോ കൊലപാതകയോ എന്ന് ആര് കണ്ടു? എടാ അങ്ങനെയൊന്നുമല്ല. അവൻ ആ ഒരു ഫോട്ടോഗ്രാഫറാ. അവനിവിടെ വന്നത് തന്നെ ഇതുപോലുള്ള കള്ളന്മാരെ പിടികൂടാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ടാണ് അവനെ ഈ പറയുന്ന കള്ളന്മാരെല്ലാം കൂടെ എടുത്തിട്ടടിച്ചത്. ചിലപ്പോൾ ഈ വന്ന ഫോറസ്റ്റുകാരും ആ കള്ളന്മാരുടെ കൂട്ടുകെട്ടാണെങ്കിലേ അവൻ നമ്മുടെ അടുത്തുനിന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാകത്തില്ലേ? അവനെ വീണ്ടും കൊണ്ടുപോയി കൊന്നു കളയത്തില്ലേ? അപ്പൊ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ പറയാതിരുന്നേ. ഇതൊക്കെ പറഞ്ഞാലും വേലുവിനങ്ങ് സ്വസ്ഥതയായില്ല. വേലു പറഞ്ഞു, എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് മാമാന്നൊക്കെ പറയാം. നീ ഒന്നും വിഷമിക്കാതിരിക്കടാ വേലു എന്നും പറഞ്ഞ് വേലുവിനെ ആശ്വസിപ്പിച്ച മൂപ്പൻ അങ്ങോട്ടേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കിരൺ മനോഹറിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ മനോഹർ ചോദിച്ചു, അല്ല കിരൺ സാറേ, എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടില്ലേ? എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹമുണ്ട്. എടാ നിനക്ക് കാണാനുള്ള യോഗമില്ലെന്ന് തോന്നേ. അതെന്താ സാറേ അങ്ങനെ പറഞ്ഞേ? കഴിഞ്ഞ ദിവസം കല്യാണി കുഞ്ഞിനെ കൊണ്ട് വന്നതാ. ആ സമയത്താണ് സരയു ഇങ്ങോട്ടേക്ക് വന്നേ. അതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷപ്പെട്ടു. കല്യാണി സരയുവിനെ കണ്ടുകൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് ജീവൻ പോലും ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോഴേക്കും മനോഹർ പറഞ്ഞു, അല്ല സരയു എവിടെ? ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണോന്ന് ചോദിക്കുക. അവരെ ഞാൻ പുറത്തിറക്കി, കേസില്ലാന്നൊക്കെ ആക്കി. കാരണം അവള് നേരത്തെ മെന്റൽ പേഷ്യന്റ് ആയിരുന്നല്ലോ. അതുകൊണ്ടാ ഈ സമയം. മനോഹർ പറഞ്ഞു, ഇനിയിപ്പൊ കേസ് കോടതിയിലായാലും ഞാൻ അവൾക്കെതിരെ മൊഴി കൊടുക്കില്ലായിരുന്നു. എന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചാന്ന് ആരാന്നറിയില്ല എന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് അവളെ ഒറ്റുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയണം. ആ സമയം കിരൺ പറഞ്ഞു, നിനക്കറിയാലോ മനോഹറെ, നീ എത്ര പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ച. അത് കേട്ടപ്പം മനോഹർ പറഞ്ഞു, അത് ശരിയാ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സരുവിന് എന്റെ കൺമണി മോളെ വേണം. കാരണം അവരുടെ അത്രയും കാലം ഞാൻ വേറെ ആരുടെയും കൂടെ കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അവള് നിനക്ക് ചങ്ക് പറിച്ചു തന്നാ നിന്നെ സ്നേഹിച്ചേ. അത്രയോ സ്നേഹമായിരുന്നു അവൾക്ക് നിന്നോട്. അങ്ങനെ സ്നേഹമുള്ളപ്പം നീ അവളെ ചതിച്ചെന്ന് പറഞ്ഞാൽ അവൾക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതാണ് നിന്റെ കഴുത്ത് ഞെരിച്ച് അവൾ നിന്നെ കൊല്ലാൻ ശ്രമിച്ചേ. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കിരൺ സാറേ. ഇവിടെ നിന്ന് ഇറങ്ങിയ ഒരു നല്ല ജീവിതം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതിനുള്ള യോഗ്യതയും കാര്യങ്ങളൊന്നും എനിക്കില്ല. അവളെന്നെ വേണേ കൊന്നോട്ടെ, എന്നാലും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, ഇപ്പൊ അവൾക്ക് നല്ല മാറ്റങ്ങളുണ്ടെന്ന് കരുതിയിരുന്ന, പക്ഷെ എപ്പോഴേത് നിമിഷം വേണേലും എന്ത് സംഭവിക്കാം. ആ സമയം മനോഹർ പറഞ്ഞു, സാറേ എന്റെ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു. ഞാൻ ഇങ്ങനെയായി തീർന്നതിന്റെ വലിയൊരു കാരണമുണ്ട്. അറിയാലോ, ഞാൻ കുഞ്ഞുനാളിൽ നിന്ന വീട്ടിലെ എന്നെക്കാലം മൂത്ത ഒരു ചേച്ചി, അവർക്ക് എന്നോട് ഒരു സ്നേഹം അടുപ്പമൊക്കെ തോന്നി. അവിടെ പല കാര്യത്തിലും ഞാൻ വഴങ്ങാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവരുടെ കയ്യെ കയറി പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തേ. അങ്ങനെ ഞാൻ ജുവനൽ ഹോമിലേക്ക് പോയി. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല അനുഭവങ്ങളൊന്നും ആയിരുന്നല്ല ഉണ്ടായിരുന്നേ. പിന്നീട് ഞാൻ തെറ്റിന്റെ വഴിയെ പോയി. പക്ഷെ എനിക്ക് പണക്കാരി പെൺകുട്ടികളോടൊക്കെ ദേഷ്യമായിരുന്നു. അങ്ങനെ ആ ദേഷ്യത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ വേറൊരു കാര്യമില്ലെന്ന് പറയണം. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഇനിയൊക്കെ അത് പോട്ടെ, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലോ സാറേ. എൻ്റെ മോളെ ഒന്നും കൊണ്ടേ കാണിക്കാൻ പറ്റുമോ? ശരി, ഞാൻ നോക്കട്ടെ എന്നൊക്കെ കിരൺ ഇങ്ങനെ പറഞ്ഞു. ഒന്ന് കയ്യിലൊക്കെ പിടിച്ച് തട്ടി ഒന്ന് ആശ്വസിപ്പിച്ചു. പിന്നീട് കിരൺ അങ്ങോട്ടേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കല്യാണിൻ്റെ അടുത്തേക്ക് സരയ വന്നു. സരയ വന്നിട്ട് ചോദിച്ചു, അല്ല എന്നെ ഇവിടുന്ന് വല്ല പിരിച്ചുവിടാൻ നിങ്ങൾക്ക് വല്ല ആഗ്രഹം വല്ലതും ഉണ്ടോന്ന് ചോദിക്കണം. അപ്പോഴേക്കും കല്യാണി എഴുന്നേറ്റിടിച്ചു, എന്താ സരയു നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല ഞാൻ കമ്പനിക്കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇപ്പൊ കുറച്ച് നാളുകളായിട്ട്. അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനിയല്ലേ, അപ്പൊ പിന്നെ എന്നെ പോലെയുള്ള ഒരുത്തി ഇവിടെ ആവശ്യമില്ലല്ലോ. കല്യാണി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, അതെ നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട സരയു. നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് നീ ആ കാര്യമൊന്നും പുറത്ത് പേടിക്കണ്ട. ഇപ്പൊ എന്താണെങ്കിലും പിരിച്ചുവിടാന്നുള്ള ഒരു ഭീഷണിയൊന്നും നിന്റെ മേലിലില്ല. അതുകൊണ്ട് നീ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ച് വെറുതെ മനസ്സമാധാനം കളയണ്ടെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, നീ ഫോൺ വല്ലതും എടുത്ത് നോക്കിയായിരുന്നോ? എന്ത് അല്ല മെസ്സേജ്? ഇല്ല നോക്കിയില്ല, ഒന്നും എടുത്ത് നോക്കാൻ പറയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം സരി പറഞ്ഞു, ആ സാലറി അയച്ചിട്ടുണ്ടല്ലേ? അത് സാലറി ഇട്ടിട്ടുണ്ട്. അത് കേട്ടപ്പോൾ സരിയു പറഞ്ഞു, ശരിക്കും പറഞ്ഞ് ഞാൻ ഇച്ചിരി ക്യാഷ് ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു. സരിയു നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് ചോദിക്കാമല്ലോ. കാരണം നിന്റെ വീട്ടു ചെലവുകൾ നടത്തി കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അത്യാവശ്യം സേവ് ചെയ്യാനുള്ള തുക നിനക്ക് തരുന്നുണ്ട്. പക്ഷേങ്കിൽ നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നീ അപ്പം ചോദിക്കണം. ആ സമയം സരയു പറഞ്ഞു, അതെ ആവശ്യം വന്നാൽ ഞാൻ ചോദിക്കാമെന്ന് കരുതിയിട്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. അല്ല എന്താ കാര്യം എന്താ? അത് പിന്നെ എന്ന് പറഞ്ഞ് നിർത്തി. എനിക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും സരയുവിനോട് കല്യാണി പറഞ്ഞു, സരയു നിന്റെ മനസ്സിൽ നല്ല ഉദ്ദേശമുള്ളതെന്ന് മനസ്സിലായി. നീ ആ മനോഹരനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ വീണ്ടും? അതെ കല്യാണി നിനക്കറിയാലോ, എൻ്റെ ജീവിതത്തിൽ ഒരു ശത്രുണ്ട്. ഇപ്പം അവൻ മാത്രമേ ഉള്ളൂ. അവനെ കൊന്നാലും എനിക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ. അതെ സരയു നിനക്കൊരു നല്ല ജീവിതമുണ്ട്. നീ മോളെ വെച്ചിട്ട് നല്ലൊരു ജീവിതം ജീവിക്കാൻ നോക്ക്. ഇനി അവൻ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല. പിന്നെ നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നേ? വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇല്ല കല്യാണി, അതെനിക്ക് പറ്റില്ല. എനിക്ക് അവനെ കൊന്നേ മതിയാവുള്ളൂ. അവൻ്റെ ഏറ്റവും വലിയ ശത്രുവാ. എൻ്റെ മോൾക്ക് അങ്ങനെ അച്ഛനെ വേണ്ട. ആ കൃത്യം ഞാൻ നിർവഹിക്കുമെന്ന് പറഞ്ഞിട്ട് സരയു അങ്ങോട്ടേക്ക് പോയി. കല്യാണിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇതേ സമയം ശാരി കുഞ്ഞിന് ആഹാരം കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രൂപ അങ്ങോട്ട് വന്നു. രൂപ വന്നു കഴിഞ്ഞപ്പോഴത്തേനും
ശാരി പറഞ്ഞു അതെ അവളാണെങ്കിൽ മനോഹരനെ കൊല്ലണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. രൂപ പറഞ്ഞു അതിന്റെ ആവശ്യമുണ്ടോ ശാരി? അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കണം. അല്ല അത് പിന്നെ എന്ത് പിന്നേന്ന് അങ്ങനെയൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. അറിയാലോ ഈ പറയുന്ന സരിയും പ്രകാശനും നീയൊക്കെയാണല്ലോ ശരി. എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തു കൂട്ടിയത്. ഞങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി നടന്നതല്ലേ. എന്നിട്ട് എന്തായി? അവസാനം ഒടുവിൽ നീക്കൊക്കെ മാറ്റം ഉണ്ടായില്ലേ. അതുപോലെ തന്നെ മനോഹറിന് നല്ല മാറ്റമാണെന്ന് ഇപ്പം അറിയാൻ കഴിഞ്ഞേ. അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു അവൻ മാറുവോ? അങ്ങനെ മാറാൻ ഒരു ചാൻസ് ഇല്ലെന്ന് പറയണം. നിന്റെ മോള് സരിയു തന്നെ മാറില്ല ശാരി. അപ്പൊ പിന്നെ അവന് മാറാനാണോ ബുദ്ധിമുട്ട്? അവന് ചിലപ്പോൾ നല്ല സ്വഭാവം വന്നു കാണുമായിരിക്കും. എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും ഒരവസരം കൊടുക്കണം, നല്ല കാര്യമെന്ന് എനിക്ക് തോന്നേ. സരുവിനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു കാരണവശാലും അവള് പോയി അവനെ ഇല്ലാതാക്കരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അറിയാലോ. പിന്നെ അവളുടെ ജീവിതം ശേഷിച്ച ജീവിതം ജയിലിലുള്ളതായിരിക്കും. അത് കേട്ടപ്പം ശാരിക്ക് ഭയങ്കര സങ്കടമായി പോയി. കിരൺ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രൂപ വെച്ചു മോൻ വന്നോന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല എന്താ മോനെ? അതെ ഞാൻ മോളെയും കൊണ്ടൊന്ന് പുറത്തു പോകാന്ന് കരുതി വന്നാ. കൺമണി മോളെയും കൊണ്ട്. അതെ ഇടയ്ക്കൊക്കെ അവളെയും കൊണ്ടൊന്ന് പുറത്തു പോകണല്ലോ, അതിന് വേണ്ടി വന്നാന്ന് പറയണ. അപ്പോഴേക്ക് ശാരി പറഞ്ഞു അങ്ങനെയാണ് നല്ല കാര്യം. ഇതേ മാമൻ മോളെ കൊണ്ടാൻ വന്നിരിക്കുന്നൊക്കെ പറയണ. അങ്ങനെ കിരൺ കുഞ്ഞിനെ എടുത്തു. ഈ സമയം രൂപ ചോദിച്ചു എവിടെയാണ് മോനെ പോകുന്നേ? വെറുതെ ഒന്ന് ചുറ്റി അടിച്ചിട്ടൊക്കെ വരാന്ന് പറയണ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനാണ് സരിയു അങ്ങോട്ടേക്ക് വരുന്നേ. സരിയു ഈ സമയത്ത് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. സരിയു വരുന്നുണ്ടല്ലോ എന്ന് പറയണ. അപ്പൊ അവൾക്ക് ഇന്ന് ഓഫീസില്ലായിരുന്നോ? ഓഫീസ് വന്നില്ലായിരുന്നോ അവളെന്ന് ചോദിക്കണം. കിരൺ പറഞ്ഞു ഓഫീസിൽ വന്നായിരുന്നു. പിന്നെ എന്താ പോലും. അങ്ങനെ സരിയു അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ശാരി ചോദിച്ചു ഇതെന്താ മോളെ നീ ഓഫീസിൽ പോയില്ലേ? ഓഫീസിൽ പോയിട്ട് വന്നാ ഇതിന് സാലറി കിട്ടിയ ദിവസമാ. മോൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം. മോളെ കൊണ്ടൊന്ന് പുറത്തു പോകണം. അപ്പോഴേക്കും കിരണിന്റെ മോഹം അങ്ങോട്ട് മാറി. മനോഹരനെ കാണിക്കാൻ കൊണ്ടുപോകാനായിട്ട് ഇരുന്നല്ലേ. ആ സമയത്ത് ശാരി പറഞ്ഞിതേ മോളുടെ മാമനും മോളെ പുറത്തു കൊണ്ടാനായിട്ട് വന്നാന്ന് പറയണ. അയ്യോ കിരണ് എപ്പോൾ വെള്ളം കൊണ്ടാലോ. പക്ഷെ എന്റെ അവസ്ഥ അങ്ങനെയല്ലോ. ഞാനിന്ന് മോളെ കൊണ്ടൊന്ന് പുറത്ത് പോയിട്ട് വരാം. അപ്പോഴേക്ക് ശാരി പറഞ്ഞു ഞാനും കൂടെ വരട്ടെ മോളെ. അതിനെന്താ പോരേന്ന് പറയണ. അല്ല കിരൺ മോൻ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് പോരെന്ന് പറയണ. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി. ആ സമയം രൂപ ചോദിച്ചു അല്ലടാ മോനെ അവര് പോയപ്പോ നിനക്കെന്താ ഒരു വിഷമം പോലെ? അത് പിന്നെ മനോഹരനെ കാണിക്കാണ്ട് കുഞ്ഞിനെ കൊണ്ട് പോകാനിരിക്കുവായിരുന്നു ഞാൻ. മനോഹരനെ കാണിക്കാനോ? എടാ എന്തൊക്കെയാടാ ശാരി അറിഞ്ഞ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നിനക്കറിയാലോ. അത് പിന്നെ എടാ വെറുതെ നമ്മളായിട്ട് പൊല്ലാപ്പെടുത്ത് തലേ വെക്കേണ്ട കാര്യമുണ്ടോ? അവന് വേണ്ടിയിട്ട് കുഞ്ഞിനെ കൊണ്ട് കാണിക്കേണ്ട കാര്യമുണ്ടോ? അത് വെറുതെ ഒരു പ്രശ്നത്തിലേക്ക് കലാശിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കിരണിനെ ഉപദേശിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.